ഹായ്. സ്വന്തം കുടുംബത്തിൽ, അതും സ്വന്തക്കാരുടെ ഇടയിൽ തനിക്ക് വലിയ പ്രാധാന്യം കിട്ടുന്നില്ല. ആരും തന്നെ മനസ്സിലാക്കുന്നില്ല. തന്നെ ആരും വേണ്ട വിധം പരിഗണിക്കുന്നില്ല. തൻ്റെ ആവശ്യങ്ങൾക്ക് ഒരു വിലയും കിട്ടുന്നില്ല. ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ട്. അവർക്ക് പറയാവുന്ന ഒരുപാട് വിഷമകരമായ ചില അവസ്ഥകളുണ്ട്. ജീവിത പങ്കാളി ഉണ്ടെങ്കിലും തന്നെ മനസ്സിലാക്കുന്നതായിട്ട് അവർക്ക് തോന്നുന്നില്ല. മക്കളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് മാതാപിതാക്കളുണ്ട്, എല്ലാവരും ഉണ്ടെങ്കിലും തനിക്ക് ആരുമില്ലാത്തതുപോലെയാണ്. ഒരുപാട് പേര് ചുറ്റുമുണ്ട്, പക്ഷേ ഏകാന്തതയിലാണ്. ഒരു കുഞ്ഞു കാര്യത്തിന് പോലും മറ്റുള്ളവർ മനസ്സിലാക്കുന്നതായിട്ട് തോന്നുന്നില്ല. പല രാത്രികളിലും ഇരുന്ന് കരയാറുണ്ട്. ഒരുപാട് സമയം ഒറ്റയ്ക്കിരുന്ന് സങ്കടപ്പെടാറുണ്ട്. ആരോട് പറയാൻ, ആരും മനസ്സിലാക്കാനില്ല. തൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തത്, പലതും വേണ്ടെന്ന് വെച്ചത്, ഉപേക്ഷിച്ചത് എല്ലാം കുടുംബത്തിന് വേണ്ടിയിട്ടാണ്, സ്വന്തക്കാർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ അവർ തന്നെ ഒരു സമയം കഴിയുമ്പോൾ അതൊന്നും മനസ്സിലാക്കാതെ, അതിനൊന്നും ഒരു വിലയും കൊടുക്കാതെ, അതെല്ലാം മറന്നുള്ള ഒരു ജീവിതം, അതുമൂലം വലിയ വേദന അനുഭവിക്കുന്നവരുണ്ട്. ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നമ്മുടെ കുടുംബത്തിൽ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രാധാന്യമുണ്ട് എന്ന് തോന്നുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു സ്ഥാനമുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടാവുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു സ്ഥാനവുമില്ല, ഒരു വിലയുമില്ല എന്ന തോന്നൽ, തൻ്റെ അഭിപ്രായങ്ങൾക്ക് ഒരു പക്ഷേ മറ്റുള്ളവരുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ചോദിച്ചറിയും. പക്ഷേ ഒരു ചെറിയ കാര്യത്തിന് പോലും തൻ്റെ അഭിപ്രായം ചോദിക്കുന്നില്ല എന്നുള്ള വലിയ വിഷമം. അങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരുപാട് വിഷമകരമായ അവസ്ഥകൾ നേരിടുന്നവരുണ്ട്. ഇത് നമുക്ക് എങ്ങനെയാണ് ഇത് നേരിടേണ്ടത് എന്നതാണ്. ഇതിൽ സങ്കടപ്പെട്ട് വളരെ വിഷാദത്തിലായി പോകുന്ന കുറച്ച് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഒരാളോട് കണ്ടപ്പോൾ ആ വ്യക്തി പറഞ്ഞത്, ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്നോട് പറഞ്ഞു, വീട്ടിൽ എല്ലാവരും ഉണ്ട്, എന്നാലും ആരൊക്കെയുണ്ട്? അവർക്കത്ര പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്കെല്ലാവരും ഉണ്ട്, മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, പക്ഷേ എൻ്റെ വീട്ടിൽ എനിക്കൊരു ഇമ്പോർട്ടൻസും ഇല്ല, എനിക്ക് അവിടെ ഒരു സ്ഥാനവുമില്ല. അവർ പിന്നീട് കരയാൻ തുടങ്ങി. കുറേ നേരം കരഞ്ഞു. ഞാനത് കൂടെ നിന്നു, ആ കരച്ചിലിൽ കൂടെ നിന്നു. അവസാനം ഞാനൊരു ചോദ്യം ചോദിച്ചു, ഈ കാര്യം നിങ്ങളുടെ കുടുംബത്തിൽ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ജീവിത പങ്കാളിയോടോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോട് എപ്പോഴെങ്കിലും തുറന്നു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അത് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഇത് എല്ലാ ദിവസവും ഇതെങ്ങനെയാണ് ഈ ഒരു വിഷമത്തെ കൈകാര്യം ചെയ്യുന്നത്? എന്നോട് പറഞ്ഞ്, ഞാൻ ഏകാന്തതയിൽ കുറേ സമയം ചിലവഴിക്കും, ഞാനിരുന്ന് കരയും, എനിക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഈ പ്രശ്നം എനിക്ക് ഒരു പ്രാധാന്യവും കിട്ടുന്നതായിട്ട് തോന്നുന്നില്ല, എനിക്ക് ഒരു വിലയും ഉള്ളതായിട്ട് തോന്നുന്നില്ല വീട്ടിൽ. അവരുടെ വലിയ വിഷമം എനിക്ക് കണ്ടപ്പം, അവരുടെ ഉള്ളിൽ വലിയ സങ്കടം, വിഷാദം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ് എന്നെനിക്ക് മനസ്സിലായി. അത് ഇന്നും ഇന്നലെയല്ല, ഒരുപാട് നാളുകളായിട്ട് ഇങ്ങനെ ഉള്ളിൽ വലിയ വിഷമം കൊണ്ട് നടക്കുന്നവരുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കുടുംബം വളരെ പ്രധാനപ്പെട്ടതാണ്, സൗഹൃദം വളരെ പ്രധാനപ്പെട്ടതാണ്, ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ പ്രധാനപ്പെട്ടതാണ്, നമുക്ക് പ്രധാനപ്പെട്ടതാണ്. പക്ഷെ നാം സ്നേഹിക്കുന്ന പോലെ നമ്മൾ തിരിച്ച് സ്നേഹിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ, നാം കൊടുക്കുന്ന പ്രാധാന്യം നമുക്ക് തിരിച്ച് കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ, നമ്മൾ അവർക്ക് നൽകുന്ന, ജീവിതത്തിൽ നൽകുന്ന പരിഗണനകൾ, നമ്മൾ കൊടുക്കുന്ന കെയർ, അതൊന്നും തിരിച്ച് കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ചില വിഷമങ്ങളുണ്ട്. അതൊരു പക്ഷേ മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല, അവർക്ക് ചിലപ്പോൾ അത് വളരെ നിസ്സാരമായിരിക്കാം. ഇവിടെയാണ് നമ്മൾ സ്വയം ഒരുപാട് അനുഭവിക്കുന്നത്. ഇതിനെങ്ങനെയാണ് നമുക്ക് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ 2-3 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് നിങ്ങൾക്ക് എത്രമാത്രം അത് സ്വീകാര്യമായിരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ ലോകത്തിൽ, നമ്മുടെ ജീവിതശൈലിയിൽ പലരുടെയും ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തിരിച്ച് കിട്ടണം എന്നില്ല. അതൊരു ലോകത്തിലെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, പ്രത്യേകിച്ച് സോഷ്യലൈസേഷനിൽ. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ മറ്റുള്ളവരിൽ നിന്ന്
എപ്പോഴും നമുക്കത് കരുതാൻ പറ്റില്ല. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമുക്കതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊരിക്കലും സന്തോഷം കണ്ടെത്താൻ പറ്റാത്തൊരു അവസ്ഥയിലായിപ്പോൾ. രണ്ടാമത് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, തുറന്നുള്ള പറച്ചിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പലരും ഇതിനെപ്പറ്റി പറയാറുണ്ട്, എനിക്ക് പ്രാധാന്യമില്ല, വിലയില്ല, പരിഗണനയില്ല, കെയറില്ല. പക്ഷേ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്? എങ്ങനെ പരിഗണിക്കണമെന്നാണ് നിങ്ങൾ സ്പെസിഫിക്കായിട്ട് ആഗ്രഹിക്കുന്നത്? എങ്ങനെ നിങ്ങളെ കെയർ ചെയ്യണമെന്നാണ് നിങ്ങൾ സ്പെസിഫിക്കായിട്ട് ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ കുടുംബാംഗം, നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നാണ്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇതിനെപ്പറ്റി അവർക്കറിയില്ല. നമ്മുടെ മനസ്സ് അവർക്ക് വായിക്കാൻ അറിയില്ലല്ലോ. അവർക്ക് ചിലപ്പോൾ മറ്റു പല കാര്യങ്ങളുണ്ടാവാം. ചിലപ്പോൾ അവർക്ക് മനസ്സിലാക്കാനുള്ള ശേഷിക്കുറവുണ്ടാവാം, മനസ്സിലാക്കുന്നില്ലായിരിക്കാം. പക്ഷേ ഇതിനെന്താണ് പരിഹാരം? നമ്മൾ ഈ കാര്യങ്ങൾ അവരോട് തുറന്നു പറയുക എന്നതാണ്. വളരെ വ്യക്തമായി പറയുന്നതിന് ഒരു കുഴപ്പവുമില്ല. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. നമുക്കെന്തെങ്കിലും നമ്മുടെ കുടുംബാംഗങ്ങളോട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ നമുക്കവരോട് പറയാം, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, എനിക്കൊരു സമയം പറയാമോ, നമുക്കൊരു സ്ഥലത്തിരുന്ന് സംസാരിക്കാം, എപ്പോഴാണ് പറ്റുന്നത്, എവിടെയാണ്? അപ്പോൾ അവർക്കതിൻ്റെ പ്രാധാന്യം മനസ്സിലാവും. എന്തോ വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇത് ചായ കുടിക്കുമ്പോഴോ, ചോറുണ്ണുമ്പോഴോ, മറ്റെന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ, രാവിലെ എണീറ്റ് വരുമ്പോഴോ ഒന്നും അല്ല പറയേണ്ടത്. അല്ലാതെ അവരോട് ചോദിക്കാം, അവർക്ക് കംഫർട്ടബിളായ ഒരു സമയം എപ്പോഴാണെന്ന് ചോദിക്കാം. അവരൊരു സമയം തരും. ആ സമയം തരുമ്പോൾ ആ സമയത്ത് അവരോട് പറയാം നമുക്കുള്ള വിഷമങ്ങൾ തുറന്നു പറയാം. എത്രമാത്രം വിഷമങ്ങളാണ് നേരിടുന്നത്, ഏതൊക്കെ സന്ദർഭങ്ങളാണ് നേരിട്ടത്, എന്തുകൊണ്ടാണ് വിഷമം തോന്നിയത്, ഈ കാര്യങ്ങൾ അവരോട് തുറന്നു പറയാം. അതാണ് ഒന്നാമത്. രണ്ടാമത്, എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, പരിഗണന, വില, സ്നേഹം, കെയർ, ഇതൊക്കെ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്, അതും വളരെ വ്യക്തമായിട്ട് അവരോട് പറയാം. മൂന്നാമത്, ഇത്തരം കാര്യങ്ങളിൽ ഒരു പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ എന്താണ് അതിനുള്ള സൊല്യൂഷനായിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അതും നമുക്ക് പറയണം. പലരും പ്രശ്നങ്ങളെപ്പറ്റി ഒരുപാട് സംസാരിക്കുന്നവരാണ്, പ്രശ്നങ്ങളെപ്പറ്റി ചിന്തിച്ച് ഒരുപാട് സമയം കളയുന്നവരാണ്, പ്രശ്നങ്ങളെപ്പറ്റി പറഞ്ഞ് കുടുംബത്തിൽ സമാധാനം കളയുന്നവരാണ്. പക്ഷേ നമുക്ക് സംസാരിക്കേണ്ടതും ചിന്തിക്കേണ്ടതും ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ എന്താണ്? സൊല്യൂഷനെ പറ്റിയാണ്. ഈ സൊല്യൂഷനെ പറ്റി നമുക്ക് വ്യക്തമായൊരു ധാരണയുണ്ടാവണം. എന്താണ് സൊല്യൂഷൻ? നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് സൊല്യൂഷൻ ഇല്ലാത്തതാണെങ്കിൽ പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ലല്ലോ, ചിന്തിച്ചിട്ടും കാര്യമില്ലല്ലോ. നമുക്കതിനെ അക്സെപ്റ്റ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. സൊല്യൂഷൻ ഉള്ളതാണെങ്കിൽ നമുക്കത് കണ്ടെത്തണം, നമുക്കത് നടപ്പിലാക്കണം, അതിനെപ്പറ്റി സംസാരിക്കണം. എനിക്ക് ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുടെ വിഷമം ശരിക്കും മനസ്സിലാകും. പക്ഷേ ആ വിഷമം ഉള്ളിൽ കൊണ്ടു നടന്നിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് പരിഹരിക്കുകയല്ലേ ചെയ്യണ്ടേ. അതുകൊണ്ട് വിഷമത്തെ വിഷമിച്ച് തീർക്കുകയല്ല നമുക്ക് വേണ്ടത്, പരിഹരിക്കുകയാണ് വേണ്ടത്. നമുക്കതിനെപ്പറ്റി ചിന്തിക്കാം. ബൈ.